നമസ്കാരം. എക്സിറ്റ് പോൾ പുറത്തു വന്നതോടുകൂടി എക്സിറ്റ് പോൾ ഫലങ്ങളിൽ തട്ടി പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഫലത്തെക്കുറിച്ച് ആശങ്കാകുലരാണ്. കാരണം കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തിരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം 1 മുതൽ 7 ഘട്ടം വരെയുള്ള തിരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം എല്ലാ തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും, അതായത് 1 മുതൽ 7 വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും BJPക്ക് വിജയസാധ്യത ആദ്യം മുതൽ തന്നെ കൽപ്പിച്ചിരുന്നു. പലപ്പോഴും പോളിംഗ് ശതമാനം കുറവുണ്ടായിരുന്നു. 7 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറവ് തന്നെയായിരുന്നു. ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 70% താഴെയാകുന്ന തരത്തിലേക്ക് ഇന്ത്യ മുഴുവനും പോളിംഗ് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അപ്പോൾ പോളിംഗ് കുറയുന്നതിനനുസരിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഇടതുപക്ഷ പാർട്ടികൾക്കൊക്കെ പൂർണ്ണമായിട്ടും അവർക്ക് അധീശത്വം സ്ഥാപിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നത് തന്നെയാണ്. ഞങ്ങൾ പലപ്പോഴും നൽകിയ വീഡിയോകളിൽ അത്തരത്തിൽ ചെയ്തിട്ടുമുണ്ട്. 350 സീറ്റിന് മുകളിലേക്കുള്ള NDA മുന്നണിയുടെ പ്രവചനം തന്നെയാണ് അന്ന് നടത്തിയിരുന്നത്. അതിൻ്റെ ഏകദേശം അതേ പാറ്റേണിലാണ് ഇപ്പോഴത്തെ ഈ പ്രവചനങ്ങളെല്ലാം, എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നത്. അതായത് 330-നും 370-നും ഇടയിലുള്ള ഒരു സംഖ്യയിലേക്ക് NDA എത്തിച്ചേരും. പ്രധാനമന്ത്രിയായി വീണ്ടും നരേന്ദ്രമോദി തന്നെ അധികാരത്തിലെത്തും. ഇങ്ങനത്തെ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇടങ്ങളുണ്ട്. രാജസ്ഥാൻ ആവട്ടെ, മഹാരാഷ്ട്രയാകട്ടെ, അതുപോലുള്ള സ്ഥലങ്ങൾ, ഈ കോട്ടകളിലൊക്കെ ചിലപ്പോൾ വിള്ളലുകൾ ഉണ്ടായേക്കാം. ബീഹാറിലടക്കം ചെറിയ ഒരു നേരിയ കുറവ് BJPക്ക് സീറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ അവിടെ അത് ഒഡീഷയിലും ആന്ധ്രയിലും തെലുങ്കാനയിലും അടക്കം BJPക്ക് വലിയ ശക്തി കേന്ദ്രങ്ങളാകാനുള്ള സാധ്യതയുള്ള ഇടങ്ങളാണ്. ഈ കുറയുന്ന സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്നത് ഒറീസയിൽ നിന്നോ അല്ലെങ്കിൽ ഒറീസയിലോ ആന്ധ്രയിലോ തെലുങ്കാനയിലോ നിന്നോ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല, ദക്ഷിണേന്ത്യയിലേക്ക് പറന്നിറങ്ങുകയാണ് BJP എന്നുള്ളത് കൂടി പറയേണ്ടി വരും. പലപ്പോഴും പിടികിട്ടാതെ പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ശക്തി തെളിയിക്കാൻ കഴിയാതായി പോകുന്ന ഇടങ്ങളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് കേരളമായിരുന്നു. പക്ഷേ കേരളത്തിലേക്ക് എത്തപ്പെടുമ്പോൾ UDFന് തന്നെയാണ് വലിയ നേട്ടമുണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. UDFൻ്റെ സാധ്യത എന്ന് പറയപ്പെടുന്നത് 17 മുതൽ 19 വരെ തന്നെയാണ്. ഒപ്പം ഒരു സീറ്റ് എന്ന് പറയപ്പെടുന്നത് LDFന് ലഭിക്കില്ല, പകരം അത് NDAക്ക് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അത് BJP സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കുന്നത്. അത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആയിരിക്കും. ഇതേപോലെ തന്നെ ഇതേ വാർത്തകൾ ഞങ്ങൾ പലവട്ടവും വീഡിയോകളായി ചെയ്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയെക്കുറിച്ച്. ഇനി എക്സിറ്റ് പോൾ ഫലങ്ങളിൽ തട്ടി നിൽക്കുമ്പോൾ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ താമര വിരിയുമെന്ന് തന്നെയാണ്. ഇത് ഞങ്ങൾ മുന്നേ പറഞ്ഞതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. മാത്രമല്ല, നരേന്ദ്രമോദിയും NDAയും തന്നെ വീണ്ടും കേന്ദ്രം ഭരിക്കും, ഇന്ത്യ ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു സൂചന എന്ന് പറയപ്പെടുന്നത് എന്താണോ BJPയും നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസം വരെ ആലോചിച്ചിരുന്നത് അത് തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇന്ത്യ മുന്നണി 300 സീറ്റിൽ 295 മുതൽ 305 സീറ്റ് വരെ നേടി അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷേ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം എക്സിറ്റ് പോൾ പുറത്തു വരുന്നു. ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയപ്പെടുന്നത് 350 മുതൽ 370 സീറ്റ് വരെ നേടി NDA അധികാരത്തിലെത്തുന്നതാണ്. അപ്പോൾ ഇവരുടെ പ്രവചനങ്ങൾ, ഇവരുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുകയാണ്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ മറ്റൊരു കാര്യം, ഈ ഹാട്രിക് നേടുന്ന നരേന്ദ്രമോദി 3ാം വട്ടവും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തപ്പെടുമ്പോൾ ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി ഇനി സ്വീകരിക്കാൻ പോകുന്ന നയങ്ങൾ, NDA ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മാറ്റങ്ങൾ, ഇനി ഇവിടെ സ്വീകരിക്കാൻ പോകുന്ന പുതിയ സംവിധാനങ്ങൾ, ഇവയൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതായത് ജൂൺ 4-ാം തീയതി തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം കഴിയുന്നതോടുകൂടി ജൂൺ 9 പ്രധാനമന്ത്രി കസേരയിലേക്ക് വീണ്ടും തിരികെ എത്തുന്നു നരേന്ദ്രമോദി എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളത് BJPയുടെ അജണ്ടയാണ്. അതവർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. മറ്റൊന്ന് ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്നത്. ഇതടക്കം ഈ 2 കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളികൾ എന്ന് പറയപ്പെടുന്നത്. അത് നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കും നടപ്പിലാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ്
350 മുതൽ 370 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം ബി ജെ പിക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വച്ചിട്ടുള്ള ഏകീകൃത സിവിൽ കോഡും ഏക രാജ്യം ഏക തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്ന സംവിധാനവും നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇനി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ആന്ധ്രയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ഒഡീഷയിലാണെങ്കിലും ഒക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളൊരു കാറ്റ് ആഞ്ഞു വീശാൻ തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. മറ്റൊന്ന് ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അത് ആന്ധ്രയിലും കർണാടകയിലും തമിഴ്നാട്ടിലും എന്നുവേണ്ട കേരളത്തിലടക്കം താമര വിരിയുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തെളിവുകളാണ് വരുന്നത്. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തപ്പെടുമ്പോൾ സംസ്ഥാന ഭരണത്തിൻ്റെ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് വളരെ കൃത്യമായി പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു സീറ്റ് പോലും ലഭിക്കുവാനുള്ള സാധ്യത പല ഏജൻസികളും നടത്തിയ ഈ ഫലപ്രഖ്യാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന എക്സിറ്റ് പോളിൽ നിന്ന് ഞങ്ങൾ എക്സിറ്റ് പോളിനെ പരിഗണിക്കുന്നില്ല എന്നും അതിനെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്നത്. ഞങ്ങൾക്ക് 0 സീറ്റായിരിക്കും പ്രവചിക്കുക എന്ന് ആദ്യമേ പ്രവചിച്ചത് എം വി ഗോവിന്ദനുമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു തീരുമാനം ആദ്യമേ അറിയാൻ കഴിഞ്ഞത് ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ CPM കഴിഞ്ഞതുകൊണ്ടാണോ? ഇനി അഥവാ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടി പ്രാദേശിക പാർട്ടിയായി മാറുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഈ 2024 ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തപ്പെടുന്നു. 350-നും 370-നും ഇടയ്ക്കുള്ള സീറ്റുകളിലേക്ക് അവർ അധികാരത്തിലേക്ക് എത്തുന്നു. കോൺഗ്രസിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്ന് തരിപ്പണമാകുന്നു. മാത്രമല്ല ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന അവിയൽ മുന്നണി ഇതോടുകൂടി ഇല്ലാതാകുകയും ചെയ്യുന്നു.